സ്വാഗതം ചെയ്യുന്നു ദീപ നരേൻ. അമ്മ, കിഷോർ, ഞാൻ അമൃത ടെലിവിഷനിൽ നീർമാതളത്തിൻ്റെ പൂക്കൾ എന്നൊരു ടെലി സിനിമ ചെയ്തിട്ട് ഏറ്റവും വലിയ സൗഭാഗ്യമായിട്ട് കരുതുന്നത് അതിൻ്റെ ആദ്യത്തെ സ്ക്രീനിങ് എന്ന് പറയുന്നത് അമ്മ എഴുതിയ കഥയാണ്. അമ്മയുടെ എറണാകുളത്ത് താമസിക്കുന്ന വീട്ടിൽ വന്ന് അമ്മയുടെ ഒപ്പം ഇരുന്നിട്ട് ആ ഒരു ഫിലിം കാണാനുള്ള ഭാഗ്യം സിദ്ധിച്ചതിന് ശേഷം ഒരുപാട് സന്തോഷമുണ്ട് ഈ വേദിയിൽ കാണുന്നതിന്. സന്തോഷം. ഞാൻ കേരളം വിടാണ്. അവാർഡ് കിട്ടിയാലും ഇല്ലെങ്കിലും ഉണ്ട് വിവാദം. മതം മാറിയാലും ഇല്ലെങ്കിലും ഉണ്ട് വിവാദം. അതൊരു ശീലമായിരിക്കണു. ഒരുപാട് തെറിക്കത്തുകളാണേ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കാണണോ നിങ്ങൾക്ക്? കാണണം. എന്തുമാത്രം തെറിക്കത്തുകളാണെന്നറിയോ കിട്ടണേ. എനിക്കത് ശീലമായിരിക്കണു. ചെണ്ട മാതിരി ഒരു ജീവിതം. ചെണ്ടയായി ഞാൻ. നീർമാതളം പൂത്തകാലം വായിച്ചിട്ടുണ്ടോ? എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം അത്. നീർമാതളം നന്നായി പരിപാലിച്ച് ഒരു സ്ത്രീയെ സംരക്ഷിക്കണ പോലെ അങ്ങനെ അങ്ങ് അത് സംരക്ഷിച്ചു പോകണം. ആ സ്ത്രീക്ക് സംരക്ഷണം കിട്ടും പോലെ നീർമാതളം സംരക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ അറിവില്ലായ്മ കൊണ്ട് എനിക്കറിയാത്തൊരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ. അമ്മയുടെ മാതാവിൻ്റെ പേരൊന്ന് പറഞ്ഞാൽ? നാലപ്പാട്ട് ബാലാമണി അമ്മയാണ് എൻ്റെ അമ്മ. കുട്ടിക്ക് അറിയില്ല എന്നുണ്ടോ? അറിയാം. നല്ല അമ്മയുടെ പൂർണിമ എന്നല്ലേ പേര്? അതെ, ഞാൻ കണ്ടിട്ടുണ്ട്. സുന്ദരിയാ കേട്ടോ, സുന്ദരിയാ. അമ്മയോളം വരില്ല എത്രയായാലും. അമ്മയുടെ വായനാൾ കേൾക്കുന്ന അനുഗ്രഹമാണ്. എൻ്റെ സൗന്ദര്യം ആസ്വദിക്കുന്നവരും തെറ്റായില്ലേ പറയണത്? കൃഷ്ണനും അള്ളാവും എല്ലാം എൻ്റെ കൂടെ ഉണ്ട്. കേരളം വിട്ട് പോയാലും എന്നും ഞങ്ങളുടെ മനസ്സിൽ, ഹൃദയങ്ങളിൽ കമലാ സുരയ്യയുടെ കഥകളും അമ്മയും എന്നും ഉണ്ടാവും, ഉറപ്പ്. സന്തോഷം. പ്രീമിയം വനിതാ രത്നം പേഴ്സണാലിറ്റി റൗണ്ടിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു റീന മച്ചാൻ ഓൺ ദ സ്റ്റേജ്. കയ്യൂരിന്റെ സമരനായകൻ, ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ കരുത്തനായ അമരക്കാരൻ, കേരളത്തിന്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി സഖാവ് കെ നായനാർ ഇതാ കടന്നു വരുന്നു. പ്രിയമുള്ളവരെ, അനുഗ്രഹിക്കൂ, ആശീർവദിക്കൂ. തൊഴിലാളികളെ മനസ്സിൽ വിപ്ലവ തിരകളിരമ്പിടും മലയാളികളെ. ലാൽ സലാം സഖാവേ. എന്താടോ ഈ ചോപ്പിട്ടിട്ടില്ലല്ലോ? ചോപ്പ് നമ്മളൊന്ന് ഇരുന്നോട്ടെ. മുഖ്യമന്ത്രി വരുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ചോപ്പ് ഇട്ടേനെ. നമുക്ക് ഒരു പ്രോഗ്രാം ഉണ്ട്, നമ്മളെ ഫോണിംഗ് പ്രോഗ്രാം. അതൊന്ന് അറ്റൻഡ് ചെയ്തിട്ട് നമുക്ക് സംസാരിക്കാം. എന്തോട് പോലെ? ആ റൈറ്റ്. ലാൽ സലാം. ആ റൈറ്റ്. ഹലോ. ആ മുഖ്യമന്ത്രി, എന്താ എൻ്റെ പ്രശ്നം? ആ കൊതുകടി. ഓന് ഞമ്മക്ക് എൻ്റെ ഇവിടെ കൊതുകടിക്കുന്നു. എവിടുന്നാ വിളിക്കുന്നത്? കൊച്ചിന്ന്. ആ കൊച്ചിന്ന്. ആ കൃഷ്ണൻ നായർ. ആ നമ്മൾ നായനാർ, ഓൻ കൃഷ്ണൻ നായർ. ആ ശരി. ആ ഈ ഒരു കാര്യം ചെയ്തേക്ക്. ഞമ്മക്കൊരു ആദ്യം അത് വേണ്ട, ഞമ്മക്ക് വേണ്ട, ആദ്യം ഒരു പെറ്റീഷൻ എഴുതിയിട്ട് ലോക്കൽ കമ്മിറ്റിക്ക് കൊടുക്കും. എന്നിട്ട് ഒന്ന് ഞമ്മക്ക് അയച്ചേക്ക്. നീ ഒന്നും പറ്റിയിട്ടില്ലെങ്കിൽ ഐറ്റങ്ങളെ പിടിച്ചിട്ട് കടലിക്കാണ് താത്തിയോട്. അതന്നെ റൈറ്റ്. ഓ ഞമ്മളാളാ. ആ നീ ആർക്കാ ചോദിക്കാനുള്ളത്? സഖാവിനോട് ഒരു 1-2 ചോദ്യങ്ങൾ ചോദിച്ചോട്ടെ?
ആ പാറ മുരളി യോന്റെ ആളല്ലല്ലോ. അല്ല നമ്മളാളാണ്. നമ്മളാളാ. ലാൽ സലാം സലാം മറ്റോനല്ല. ആ എന്നാ ചോദിച്ചോ. സഖാവ് ഒരു പത്രത്തിൽ ഒരുപാട് കാലം ജോലി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എഡിറ്ററും അതിൻ്റെ പത്രാധിപരും ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഏത് പത്രമാണ് സഖാവ്? പത്രം ആദ്യമായിട്ട് കേൾക്കണം. നമ്മളാർക്കാടോ അറിയാത്തത്? നമ്മൾ ഏത് പത്രത്തിലാന്ന് ചെറിയ കുട്ടിയൊക്കെ കൂടി അറിയില്ലേ? ദേശാഭിമാനി. ആ ശരി. സഖാവിൻ്റെ ജന്മസ്ഥലം എവിടെയാണ്? കയ്യൂര്. ആണോ? ആ അനക്കറിയില്ല അല്ലേ? ഇല്ല. ഓനതും അറിയില്ല. ഓ നമ്മളാളല്ല, ഓ മറ്റോന്റെ ആളാ. സഖാവേ ടീച്ചർമാർ സുഖമായിരിക്കുന്ന? ആ ടീച്ചർ എപ്പോഴും സുഖം തന്നെയല്ലേ, നമ്മളെ പെണ്ണുങ്ങളല്ലേ. പരിചയപ്പെട്ടതിൽ വളരെ സന്തോഷം. റൈറ്റ്. ലാൽ സലാം.